ജേണിയുടെ എൻഡ് ഓഫ് ദ ജേണിയിലേക്ക് എത്താറായി. അതായത് ഓരോരോ സ്റ്റോപ്പുകളാണ് ഇവിടെ ഉള്ളത്. അവിടെയാണ് ഓരോ സ്പോട്ടുകളിൽ നമ്മൾ ബട്ടർഫ്ലൈ കൺസർവേറ്റർ കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ വീഗ ബസ്സിൽ തിരിച്ച് കയറി ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ടു നയാഗ്ര പവർ സ്റ്റേഷൻ. അവിടെ പോയിട്ട് നമുക്ക് 6 മണിക്കാണ് അവിടുത്തെ എന്തോ ഒരു ഓഡിയോ വെച്ചുള്ള പരിപാടിക്കൊന്നും പറയുന്നുണ്ട്. അപ്പൊ നോക്കാം അവിടെ പോയിട്ട് എന്ത് സംഭവിക്കണമെന്ന്. ഓക്കെ, അതിൽ കൂടുതൽ കാണാനുള്ള ശേഷി കാലിനുമില്ല, തലയ്ക്കുമില്ല. ഉണക്കി. പക്ഷെ എനിക്ക് ഇനി ഞാൻ മുമ്പ് ഒരു തവണ 2022 നമുക്ക് നോക്കാം എന്താണ് പോയി സംഭവിക്കണമെന്ന്. ഇപ്പൊ നമുക്ക് തൽക്കാലം ഒരു ബ്രേക്ക് എടുത്ത് നമുക്ക് നേരെ പവർ സ്റ്റേഷൻ പോയിട്ട് വീണ്ടും തിരിച്ചു തരാം. തുടരുകയാണ്. ടോപ്പൂസ് കൊണ്ടിരുന്ന് സുഖമായിട്ട് ഉറങ്ങട്ടോ? ഇല്ല, ഉറങ്ങിയില്ല. ഓക്കെ, നമ്മളിത് അവിടുത്തെ നയാഗ്ര പവർ സ്റ്റേഷനിലേക്കാണ് വന്നേക്കണേ. എന്തൊക്കെയോ സംഭവം ഉണ്ട്, നമുക്ക് എന്തായാലും കാണാം. നമ്മളിതേ എൻ്ററാൻ പോവാണ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്ന്. ഓക്കെ, This was 10,000 horsepower. They began with 2 generators, adding a 3rd, 4th, and 5th right after, within a year. മോട്ടറുകളും സംഭവമൊക്കെയാണ് ഇവിടെ ഈ സൈഡിലുള്ളത്. പിന്നെ ഇതിൻ്റെ ഡാമിൻ്റെ ഘടനകളും സംഭവമാണ്. അപ്പർ ഡെക്കും ലോവർ ഡെക്കും അതുപോലെ തന്നെ ബ്രേക്ക് ഡെക്കുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പ്ലാന്റ് ഇവിടെ വെള്ളം ഒഴുകുന്നതാണ് കാണിക്കണേ. ആദ്യം ഇവിടുന്ന് അപ്പർ നയാഗ്ര റിവറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. പിന്നെ നേരെ പവർ സ്റ്റേഷൻ വഴി താഴോട്ട് പോയിട്ട് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ടർബൈൻ വഴി അത് മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. എന്നിട്ട് അവിടുന്ന് നേരെ പിന്നെ നയാഗ്ര റിവറിലോട്ട് പോകുന്നു. അങ്ങനെ ടർബൈൻ വഴി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടത് പിന്നെ ഇലക്ട്രിസിറ്റി ആയിട്ട് നമ്മുടെ നാടിന് കിട്ടുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം. യെസ്, അത് ഓടിയാണ്. സോറി. പല പല മോട്ടറുകളും പവർ സ്റ്റേഷനുകളും ആദ്യമകാലത്തെ മോഡലുകളും ഇതിൻ്റെ യൂസുകളും അതുപോലെ പ്ലാന്റിൻ്റെ ഓരോരോ പാർട്സും ഭാഗങ്ങളും ഉപയോഗ സാമഗ്രികളൊക്കെയാണ് ഇവിടെ അവർ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുള്ളത്. ഓരോന്ന് ചെക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. പിന്നെ അവിടെ ഒരു വീഡിയോ പ്രസൻറ്റേഷനും പറയുന്നുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് വെച്ചടിക്കാം. ഇതെന്താ സംഭവം? ഇതാണ് ടേക്ക് ഓവർ കൺട്രോൾ. എങ്ങനെയാണ് പവർ സ്റ്റേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ സംഭവമാണ്. ഓക്കെ, ഇതേ ഇപ്പോൾ കാണുന്നത് ഉണ്ടാക്കിയത്. നമ്മൾ മിസ്സാക്കിയില്ലേ പറയാം.
ഗോബസ് പോണു, ഗോബസ്. അങ്ങനെ കറണ്ട് കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പവർ സ്റ്റേഷനിലും പോയിട്ട് നമ്മുടെ അവിടുത്തെ സംഭവം വികാസങ്ങളൊക്കെ കണ്ട് നമ്മൾ പവർ സ്റ്റേഷനെ അവസാനിപ്പിച്ച് അങ്ങനെ നമ്മുടെ നാഗര ഫാൾസ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. സ്കൈലോൺ പോകുന്നുണ്ടായിരുന്നു, പക്ഷേ സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം നമ്മൾ സ്കൈലോൺ ട്രിപ്പ് അങ്ങ് ഡ്രോപ്പ് ചെയ്തേക്കാണ്. ഭയങ്കര തലവേന, പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ഒരു ചായ മേടിച്ചു, പിന്നെ കഴിക്കാൻ ബസ് ഇപ്പോൾ വരും, അതുകൊണ്ട് കൂടുതൽ ടൈമില്ല. 7 മണിക്ക് നമുക്ക് വീഗ ബസ് കിട്ടിക്കഴിഞ്ഞാൽ 7:30ക്ക് നമ്മൾ ഗോ ടെർമിനലിലെത്തും. അവിടെ നമ്മൾ ബസ് പിടിച്ച് റിട്ടേൺ പോവുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ നാഗര ഫാൾസ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു കാനഡ കാഴ്ചകളുമായി അല്ലെങ്കിൽ കാനഡ ഇൻഫർമേഷൻ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ചിലപ്പോൾ ഞങ്ങൾ കുറേ എടുത്തിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ ഓരോ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ നായകരയുടെ 2 വീഡിയോ ആയിട്ട് പാട്ട്. ഡോപ്പൂസിൻ്റെ ഫോണിൻ്റെ മെമ്മറി തീരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഫോണിൽ ബാക്കി ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫോണിൻ്റെ ചാർജ് ഇപ്പോൾ തീരാറായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വ്ളോഗ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ. Stay positive, be happy. Okay? Bye.